നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം ഇതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ പ്രിൻസ് ഷാനവാസ് ഖാൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ സന്ധിവാതം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന ഈ രോഗത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? സന്ധിവാതം അഥവാ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സന്ധികളിലുണ്ടാകുന്ന തേയ്മാനം അഥവാ വിണ്ടുകീറൽ അഥവാ ചെറിയ ഡാമേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കൂട്ടം അവസ്ഥകളെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സൈനോവിയൽ ജോയിൻറ്റ്സ്, അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ജോയിൻറ്റ്സ്, ഉദാഹരണമായി മുട്ട്, ഇടുപ്പ്, ഷോൾഡർ, ഇങ്ങനെയുള്ള ജോയിൻറ്റ്സിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിയുണ്ട്. അതിനുള്ള ഡാമേജ് കാരണമാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്നത്. കുറച്ചും കൂടെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ജോയിൻറ്റ് ഇത് മുട്ടിൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ എല്ലിൻ്റെ അറ്റത്താണ് ഈ തരുണാസ്ഥി അഥവാ ആർട്ടിക്കുലർ കാർട്ടിലേജ് കാണുന്നത്. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷനിങ് അഥവാ ജോയിൻറ്റിൽ ലോഡ് അബ്സോർപ്ഷനാണ്. അപ്പോൾ ഇതിന് വിണ്ടുകീറൽ വന്നു കഴിഞ്ഞാൽ ബോണിൽ അഥവാ അതിന് താഴെയുള്ള എല്ലിൽ കൂടുതൽ സ്ട്രെസ് വരികയും അതിൻ്റെ ഫലമായിട്ട് വേദന വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, എല്ലിൻ്റെ അറ്റത്ത് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള കളറുള്ള ഒരു ഭാഗമുണ്ട്, പോർഷനുണ്ട്. ഇതിനാണ് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാമേജ് കാരണമാണ് കോമൺ ആയിട്ട് സന്ധിവാതം ഉണ്ടാകുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മനോജ് പേനാട്ടിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. മനോജ് സാറേ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ, എനിക്ക് എന്റെ പ്രശ്നത്തിൽ കൈയിന്റെ വിരലുകളുടെ അറ്റത്ത് സന്ധി ഈ മടക്കുകളുണ്ടല്ലോ, മടക്കുകളില് കാലിന്റെ വിരലുകള്, അതുപോലെ തന്നെ കാലിന്റെ കണ്ണയ്ക്ക് ഇവിടെ നീര് വരിക, രക്തം തടിച്ചുകൂടി നീര് വരിക, രാത്രി മുഴുവൻ നല്ല വിങ്ങല്, ഉറങ്ങാനേ കഴിയില്ല, ഭയങ്കര വേദന. അതെയോ? താങ്കൾക്ക് എത്ര വയസ്സായി? പ്രായം? എനിക്ക് 40 അല്ലേ? എന്ന് മുതൽ എത്ര നാളായിട്ടാണ് ഇത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്? ഇതിപ്പോ ഏകദേശം 4 വർഷത്തോളമായി. 4 വർഷത്തോളമായി. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കേട്ടുന്നത് തോന്നുന്നത് ഇത് സാധാരണ സന്ധിവാതം ആയിരിക്കാൻ ചാൻസ് ഇല്ല. കൂടുതലും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ആമവാതം എന്ന് പറയും. അപ്പം അവരുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ജോയിൻറ്റ്സിൽ സ്റ്റിഫ്നെസ്, അതേ കണക്ക് തന്നെ മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ് ഇൻവോൾവ്മെൻറ്റ്, ഇത് ചിലപ്പോൾ ബാക്കി നമ്മുടെ കണ്ണുകളെയും ലങ്സിനെയും ഒക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, റൊമറ്റോയിഡ് ഫാക്ടർ, ESR ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഇതില്ല എന്ന് ഒഴിവാക്കുകയാണ് ഇതിൻ്റെ പ്രാഥമിക നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സന്ധിവാതത്തിൻ്റെ തുടക്കമാണോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ താങ്കളുടെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ടെസ്റ്റുകളും എക്സ്റേയും ഒക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായ ഒരു രോഗനിർണ്ണയം നടത്താൻ പറ്റും. എന്റെ തിങ്കൾ, ബുധൻ, വെള്ളി OP മിംസ് ഹോസ്പിറ്റൽ, മിംസ്, കാലിക്കറ്റ് മിംസ്. ഓ, താങ്ക് യു ഫോർ കോളിംഗ്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. കോൾ കട്ടായി പോയി. സാർ, എങ്ങനെയാണ് ഈ സന്ധിവാതം ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്? അത് ഒരു സ്പെക്ട്രത്തിൻ്റെ 2 എൻഡാണ്. ചില ആൾക്കാർക്ക് വളരെ മൈൽഡായിരിക്കും, അതായത് ചെറിയ വേദന, കടച്ചിൽ, ഇതൊക്കെ മാത്രമേ കാണൂ. പക്ഷേ അതിൻ്റെ മറ്റൊരു എൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ചിലപ്പം ക്രിപ്പിൾഡ് ആയി കളയും. അതായത് നമുക്ക് കമ്മ്യൂണിറ്റി ആംബുലേറ്റേഴ്സിന് ഹൗസ് ഹോൾഡ്, അതായത് വീട്ടിൽ മാത്രം ഒതുക്കി കളയും. ചില ആൾക്കാർക്ക് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജ് വരും. നമുക്ക് ടോയ്ലറ്റിൽ പോകാനോ മുട്ടുകുത്തിയിരിക്കാനോ പറ്റാത്തൊരു സ്റ്റേജ്, സ്റ്റെപ്സൊക്കെ ക്ലൈംബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ ചില ആൾക്കാർക്കാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ തുടക്കത്തിൽ വേദന, കടച്ചിൽ, നീര്, ഇതൊക്കെയാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്സ് കയറാനായിട്ട് ബുദ്ധിമുട്ട്, മുട്ടുകുത്തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇതിൻ്റെ സിവിയർ ആയിട്ടുള്ള ഫോംസ് ഒന്ന് ഡിഫോർമിറ്റി എന്ന് പറയും, അതായത് വളവുകൾ വന്നു തുടങ്ങും. മുട്ടിൽ വളവുകൾ വന്നു തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന് അലൈൻമെൻറ്റ് തന്നെ മാറുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പരസഹായമോ അല്ലെങ്കിൽ വടിയോ ഇല്ലാതെ നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം മോശമാവുകയും ചെയ്യുകയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഹലോ ഹലോ, ഞാൻ വേണുഗോപാൽ. വേണുഗോപാൽ പറഞ്ഞോളൂ. ഞാൻ പാലക്കാട് യാത്രയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ കാൽ മുട്ടിന് ഭയങ്കര വേദനയാണ്. അതെയോ? അപ്പൊ ഡോക്ടർ കൂടെ തേയ്മാനമാണെന്ന് പറയുന്നത്. തേയ്മാനമാണോ വേറെ വല്ല അസുഖമാണോ? താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? പ്രായം? എനിക്ക് 61 വയസ്സുണ്ട്. 61 വയസ്സ്. അതെ, 60 വയസ്സുണ്ട് അല്ലേ?
ഇതിനും എന്തെങ്കിലും ട്രോമ, അതായത് കളിക്കുകയോ വല്ലതും ചെയ്യും, ഫുട്ബോൾ കളിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിരിയുകയോ എന്തെങ്കിലും ആക്സിഡന്റ് വല്ലതും വന്നിട്ടുണ്ടോ? എന്റെ വലത് കാലില് ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് വലത് കാൽ തുടക്കി വലത് കാല് ആക്സിഡന്റ് വന്നിട്ട് തുടയിലൊരു മോട്ടോർ സൈക്കിൾ കാലുകൾ അടിച്ചിട്ട് ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് 6-7 വർഷമായി. 6-7 വർഷമായി അല്ലേ? ആ ഫ്രാക്ചർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? കറക്റ്റ് ട്രീറ്റ് ചെയ്തായിരുന്നു? ഞാൻ ബേബി ഒന്നര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തത്. അതെ. അത് സർജറി ഒക്കെ ചെയ്ത് റോഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് അതുകൊണ്ട് അവിടെയൊന്നും വേദനയില്ല. എനിക്ക് ഇടതുകാലിന്, ഇത് വലതുകാലിനെ സംബന്ധിച്ച് ഇടതുകാലിന് മുട്ടൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നല്ല വേദനയൊക്കെ തോന്നുന്നു. പിന്നെ അതോടൊപ്പം എന്റെ ഒരു വിരല് ഒരു പോയിന്റ് ഒരു വിരലിന് വേദനിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നോക്കിയപ്പോ ബ്ലഡൊക്കെ നോക്കിയിട്ട് പ്രോബ്ലം ഒന്നും വിരലും ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ വേദനിക്കുന്നുണ്ട് ഒരു വിരൽ. അതല്ലേ? അപ്പൊ ഇത് കേട്ടൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആമവാദം. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് അല്ല എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിലുള്ള സന്ധിവാദം നമ്മൾ പറഞ്ഞു അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ. അപ്പം ഇതിന്റെ തുടക്കം ഫേസിലാണെങ്കിൽ അധികം പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മസിൽസിന്റെ ശക്തി അതിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അത്യാവശ്യം വേണമെങ്കിൽ ചെറിയ വേദന സംബന്ധികളൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് മറ്റു മരുന്നുകളുണ്ട്. അത് ഹൈലറോണിക് ആസിഡ് എന്ന് പറയും, ഗ്ലൂക്കോസമിൻ എന്ന് പറയും, അങ്ങനെ കുറച്ച് മരുന്നുകളുണ്ട്. ഇതൊക്കെ ഒരു ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. അത് കഴിച്ച് കുറച്ച് നമുക്ക് പോകാൻ പറ്റും. ഒരു 10 വർഷം വരെ കുഴപ്പമില്ലാതെ പോകും ഇങ്ങനെയാണെങ്കിൽ. പക്ഷെ ഫിസിയോതെറാപ്പി ഇല്ല, കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണെങ്കിൽ നമ്മുടെ ജോയിന്റ്സിന് നമ്മുടെ സ്പാൻ വളരെയധികം കൂട്ടും വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ വെയിറ്റ് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പം ഓവർ വെയിറ്റ് ആണോ? അപ്പൊ വെയിറ്റ് കുറച്ച് കുറക്കാൻ നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. വിളിച്ചതിന് നന്ദി. അപ്പോൾ മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് സനൽ എന്നാണ്. ഡോക്ടറുടെ ചോദിച്ചോളൂ. എനിക്ക് ഒരു 10-12 വർഷമായിട്ട് കാൽമുട്ട് വേദന, പിന്നെ കഴുത്തിന് വേദന, പിന്നെ ബായിക്കറ്റ്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അവസാനം പറഞ്ഞത്? എന്താണ്? ബാക്ക് പെയിൻ. ഓക്കെ ഓക്കെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാർ, എന്റെ പേര് സനൽകുമാർ എന്നാണ്. എനിക്ക് ഒരു 10-12 വർഷമായിട്ട് കാൽമുട്ടിന് വേദന, കഴുത്ത് വേദന, ബായിക്കാറ്റ്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങനെ ഗുളികളൊക്കെ കഴിക്കുമ്പോ കുറച്ച് കുറവുണ്ട്. അത് ബാക്ക് പെയിന് ഡോക്ടറിനെ കാണിച്ചായിരുന്നോ? കാരണം നമുക്ക് ഡിസ്കിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാലുകളിലും അങ്ങോട്ട് വേദനയും തരിപ്പായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് കൃത്യമായ പരിശോധന നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനെ പറ്റി. പിന്നെ ഡോക്ടർ ടാബ്ലറ്റ് ഒക്കെ തരും, കുറച്ച് കുറവുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അതെ അല്ലേ? MRI സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നോ? നട്ടലിന്റെ ഡിസ്കിന്റെ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു? MRI സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു നട്ടലിന്റെ? MRI അതെ, എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഡിസ്കിന്റെ ഇഷ്യൂസ് അധികം അറിയാൻ പറ്റില്ല. അത് മാറുന്നില്ലെങ്കിൽ, അതായത് 3 മാസത്തിൽ കൂടുതൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല, വീണ്ടും വരുന്നുണ്ടെങ്കിൽ നട്ടലിന്റെ ഒരു MRI സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ചിലപ്പം ഡിസ്കിന്റെ ഇഷ്യൂസ് കാരണം കാലിൽ തരിപ്പും പെരുപ്പും ഒക്കെ ആയിട്ട് കാണാറുണ്ട് ചില ആൾക്കാരിൽ. അപ്പം ഒരു ഡോക്ടറെ കാണിച്ച്, അതൊരു ഓർത്തോപെഡിക് സർജനോ അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജനോ കാണിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഡയഗ്നോസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. കാരണം നമുക്കതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് ഡിസ്ക് ഡിസീസ്, അതായത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെ കാരണമാണോ ഇത് വരുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതല്ലെങ്കിൽ ബാക്കി സാധാരണ ഫിസിയോതെറാപ്പി, ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എങ്ങനെയുള്ളവരിലാണ് ഈ സന്ധിവാദം കൂടുതലായി കണ്ടുവരുന്നത്? സന്ധിവാദം ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്കും കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് വേറെ ഉണ്ട്, പ്രായം കൂടുതലുള്ളവരിലാണ് ഇത് സന്ധിവാദം കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ എങ്കിലും ഒരു 1% ആൾക്കാർ 15-നും 60-നും വയസ്സിനും ഇടയ്ക്കുള്ളവരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായക്കാരിലും ഏത് ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവർക്കും വരാം. കുറച്ച് വ്യത്യാസമുണ്ട്, പാരമ്പര്യമായ കുറേ ഘടകങ്ങളും പിന്നെ ചില മറ്റ് അസുഖങ്ങളും ഇതിന് കാരണമായിട്ട് കാണുന്നുണ്ട്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം സാർ. ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. അപ്പോൾ നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
സാർ ഞാൻ എൻ്റെ പേര് അനീഷാണ്. നമസ്കാരം. നമസ്കാരം. അതിലേക്ക് നമ്മൾ രാവിലെ ഉറങ്ങുകയാണ് സമയത്ത് പറഞ്ഞോളൂ, കേൾക്കാം. ഈ കാലിന്റെ അവിടെ ഭയങ്കര വേദന, കാലിന്റെ ആണിക്കട്ടില്ല താഴത്തെ അവിടെ ഭയങ്കര വേദന. അതെയോ? ആ, എത്ര വയസ്സ്? ഒരു 10 മിനിറ്റ് വരെ ഇത് ഭയങ്കര വേദനയാണ്. അതല്ലേ? എത്ര വയസ്സുണ്ട്? 40. 40 വയസ്സ്. എത്ര വർഷമായി തുടങ്ങിയിട്ടത്? ഇത് ഇപ്പം ഒരു 2-3 വർഷമായി തുടങ്ങിയിട്ട്. അതല്ലേ? നടുവേദന ഉണ്ടോ? നടുവേദന ഉണ്ട്, ചെറിയ പോലെ ഉണ്ട് അല്ലേ? ഇടുപ്പില് വേദന ഉണ്ടോ? ഇടുപ്പിലില്ല. ഈ കാലിന്റെ ഈ നമ്മളെ തൊടയുടെ അവരൊക്കെ പച്ച ഇതില്ല, എന്തോ നരവ്, ചെറിയ കളർ വ്യത്യാസമുണ്ട് 1-2 സ്ഥലത്ത്. അതെ. നമ്മുടെ ഈ ആംഗിൾ ജോയിന്റ് എവിടെ ആയിട്ടാണോ കൂടുതൽ വേദന ഉള്ളത്? ജോയിന്റ് അവിടെ. അത് നമുക്ക് ഒരു അതായത് നടുവേദനയും ആംഗിളിലുള്ള വേദനയും, അത് 2 ടൈപ്പ് ആർത്രോപ്പതി ഉണ്ട്. ഞാൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയും. അതേ കണക്കിന് ഇൻഫ്ലമേറ്ററി മറ്റൊരു ഗ്രൂപ്പാണ് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു 40 വയസ്സിനുള്ളിലുള്ള ആണുങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നടുവിനെയും ബാക്കി ജോയിൻസിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ തുടക്കം ആംഗിൾ പെയിനും നടുവേദനയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേയോ ബാക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റുകളോ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം നടുവേദനയും ഇതും കൂടെ ഉണ്ടെങ്കിൽ അതും രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിഫ്നെസ്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജോയിൻസ് ഒക്കെ മൊബൈൽ ആവത്തുള്ളൂ എന്നൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്നാണ്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ആംഗ്ലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ കണ്ടുവരാറുണ്ട്. വളരെ റെയറാണ്, അധികം കോമൺ അല്ല. എങ്കിലും നമ്മളതൊന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ 40 വയസ്സിൽ ഈ ചെറിയ പ്രായത്തിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ചിലപ്പോൾ HLA-B27, ESR അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ചിലപ്പം എക്സ്റേ, ചിലപ്പോൾ MRI ചെയ്ത് നോക്കാൻ പറയും. ടെസ്റ്റ് ചെയ്തിട്ടപ്പം ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, എന്തൊക്കെ ടെസ്റ്റുകളാണ് സന്ധിവാതമാണെന്ന് സ്ഥിരീകരിക്കാൻ ചെയ്യുന്നത്? സന്ധിവാതമാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി എൻ്റെ അവസാന സ്റ്റേജിലാണെങ്കിൽ ഒരു എക്സ്റേ പരിശോധന മാത്രം മതി. പക്ഷേ ചില ബാക്കി അസുഖങ്ങളും ഏർലി സ്റ്റേജസിൽ, അതിൻ്റെ തുടക്കത്തിൽ ചിലപ്പം ഇതിനെ മിമിക് ചെയ്യാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്. ഉദാഹരണമായിട്ട് നമ്മുടെ ജോയിൻസിനകത്ത് വാഷറുണ്ട്, മെനിസ്കസ് എന്ന് പറയുന്നത്, ലിഗമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടയറോ ഇഞ്ചുറിയോ വന്നു കഴിഞ്ഞാലും തുടക്കം സ്റ്റേജിൽ വേദനയും കടച്ചിലും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ടെസ്റ്റ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ MRI സ്കാൻ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ്. കാരണം MRI സ്കാനിൽ മാത്രമേ നമുക്ക് ഈ ലിഗമെന്റ്സും മെനിസ്കസും ഒക്കെ കാണാൻ പറ്റൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് ആമവാദം, റൊമറ്റോയിഡ് ആർത്രൈറ്റിസും. അപ്പോൾ ഇത് നോക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകളാണ് ESR, റൊമറ്റോയിഡ് ഫാക്ടർ, ഇങ്ങനെയുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പം അവസാന സ്റ്റേജുകളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എങ്കിലും തുടക്കത്തിൽ മറ്റു രോഗങ്ങളല്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനും ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അവസാന സ്റ്റേജിൽ എക്സ്റേ മാത്രം സഫീഷ്യൻ്റ് ആണ്. ഈ സന്ധികൾ വേദനയാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത് സന്ധിവാതത്തിൽ. ഈ മരുന്നുകളല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ ചെയ്യുന്നുണ്ടോ? ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണെങ്കിൽ തുടക്കത്തിൽ മരുന്നുകളെക്കാട്ടിയും പ്രധാനം എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ്. അതായത് ഫിസിയോതെറാപ്പിയുടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള മസിൽ, പേശികളെ ശക്തിപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേശികൾക്ക് ശക്തി കൂടുമ്പോൾ നമ്മുടെ ജോയിൻസിലുള്ള ലോഡ് കുറച്ചത് ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ലോഞ്ചിവിറ്റി, നമ്മുടെ ജോയിൻസിൻ്റെ ലോഞ്ചിവിറ്റി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മരുന്നുകളല്ലാതെ ബ്രേസിങ്, ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും കുറച്ച് പ്രോഗ്രഷൻ ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ബ്രേസുകൾ നമ്മൾ അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വളരെ ചെറിയ പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നത് വേദനയ്ക്ക് മാത്രമല്ല, വേദന മാറിയിട്ട് ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. അല്ലാതെ ബാക്കി കുറച്ച് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ബാക്കി കാർട്ടിജൻ എന്നൊക്കെ പറയുന്ന ഗുളികളുണ്ട്, അതൊക്കെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. പക്ഷെ അതൊന്നും കൺക്ലൂസീവായിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ, എന്റെ പേര് ശാന്തകുമാരി. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് സ്ട്രോക്ക് വന്നതാണ് 5-6 വർഷത്തിന് മുമ്പ്. എനിക്ക് ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോഴായിരിക്കില്ല, ഈ പെടലി വേദനയും കൈമുട്ട് വേദനയും കാലുവേദനയൊക്കെ ഉണ്ട്. അതെയോ? ഈ സ്ട്രോക്ക് വന്ന അതേ ഭാഗത്ത് തന്നെയാണോ വേദന ഉള്ളത്? അല്ല, വലത്ത് ഭാഗത്താണല്ലേ? അപ്പം നമ്മൾ സ്ട്രോക്ക് വന്ന ഭാഗത്ത് ശക്തി കുറവായത് കാരണം ഓപ്പോസിറ്റ് സൈഡ്, നോർമൽ സൈഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും കുറച്ച് വേദനയും ബുദ്ധിമുട്ടൊക്കെ വരാം. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് തേയ്മാനം വരാനുള്ള ചാൻസും ഉണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ളത്.
അപ്പം ഡോക്ടറെ കാണിച്ചൊരു എക്സ്റേ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും, അതിൻ്റെ തുടക്കമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഓവർ സ്ട്രെയിൻ, നമ്മുടെ നോർമൽ സൈഡിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നത് കാരണം കുറച്ച് തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എങ്ങനെയാണ് സന്ധിവാതത്തിനുള്ള ചികിത്സയൊക്കെ? സന്ധിവാതത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രധാനമായിട്ടും മറ്റസുഖങ്ങളല്ല, അതായത് ഇൻഫ്ലമേറ്ററി ബോൺ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, ഗൗട്ടൊക്കെ, യൂറിക് ആസിഡ് കൂടിയ ആൾക്കാരിൽ. അപ്പോൾ ഈ അസുഖങ്ങളൊന്നും അല്ല എന്ന് ആദ്യത്തെ പരിശോധന അതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ അസുഖങ്ങളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഇത് 4 സ്റ്റേജ് ആയിട്ടുള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ മൈൽഡ് ഡിസീസാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ കുറച്ച് അനാൽജസിക്സ് ഒക്കെ കൊടുക്കാം, പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കാം, കാരണം ഫിസിക്കൽ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് മരുന്നുകളുണ്ട്. ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലാതെ ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് 100% തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, അതായത് വന്ന തേയ്മാനം മാറില്ല എങ്കിൽ പോലും അതിൻ്റെ പ്രോഗ്രഷൻ കുറച്ച് നാൾ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെയിറ്റ് കുറയ്ക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ് ഇതിനുള്ളത്, നീന്തലാണ്. രണ്ടാമതാണെങ്കിൽ സൈക്ലിംഗ് ആണ്. അപ്പം നീന്തലും സൈക്ലിംഗ് ചെയ്ത് വെയിറ്റ് കുറച്ച് വെക്കുക, നല്ലൊരു ജീവിതചര്യ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മളെ മുട്ട് കണക്ക് തന്നെ ഇടുപ്പിലെ തേയ്മാനത്തിന് സെക്കൻഡറി ചില കാര്യങ്ങളുണ്ട്. അതായത് അമിത മദ്യപാനമുള്ളവർക്ക് എവാസ്കുലർ നെക്രോസ് എന്ന് പറയും, ഇടുപ്പിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതും അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അമിത മദ്യപാനം ഒഴിവാക്കുക, നല്ല ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് മടത്തറയിൽ നിന്ന് ബാബു എന്ന് പറയും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ബാബു. ഡോക്ടർ, എനിക്ക് 54 വയസ്സായി. ഇപ്പൊ എനിക്ക് നേരത്തെ നടക്കുന്നത് കാലിന്റെ മുട്ടകാന്തികമായ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പം ഒരു 6-7 വർഷം കൊണ്ട് മൈക്രോസിൽ നിന്നും വേണ്ട ഒരു ഇത് പിൽസ് കഴിക്കുകയാണ്. അതെ, വേദനക്കുള്ള അല്ലേ? വേദനക്കുള്ള ഗുളികൾ കഴിക്കുന്നുണ്ടോ? വേദന സംഹാരികൾ കഴിക്കുന്നു. അതെ. ഞാൻ പറഞ്ഞില്ല, 6-7 വർഷമായി. ഇപ്പോൾ നടക്കപ്പോൾ ഇടത് സൈഡിലോട്ട് മറിഞ്ഞു പോകും. അതെയോ? ഒരു നമ്മളെ ഈ തളർച്ച കണക്ക്. അതല്ലേ? കൈ പൊക്കപ്പോൾ ബുദ്ധിമുട്ട്, ചിലപ്പോൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു പോകും. തന്നത്താൻ മറിഞ്ഞു പോകുന്നുണ്ടല്ലേ? തന്നത്താൻ മറിഞ്ഞു പോകുന്നുണ്ടല്ലേ ഒരു സൈഡിലേക്ക്? പോകുന്നുണ്ട്. ഒരു ബലമല്ല, ഒരു ജാതി പെരുപ്പും. അതെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും കുറച്ച് സമയം പിടിച്ചോണ്ടിരിക്കുമ്പോൾ അല്പം കഴിയപ്പോൾ അങ്ങ് മാറും. അതല്ലേ? അതെ. കണ്ണടച്ചിട്ട് നടക്കാൻ പറ്റുമോ? എന്തോ? കണ്ണടച്ചിട്ട് നടക്കാൻ പറ്റുമോ? നടക്കാനായിട്ട് കണ്ണടച്ചിട്ട് നടക്കാൻ പറ്റില്ല അല്ലേ? ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മാത്രമല്ല, ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നട്ടലിനെ ബാധിക്കുന്ന ചില നെർവ്സിൻ്റെ ഡിസീസ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായ പരിശോധന നടത്തുന്നതായിരിക്കും നല്ലത്. അല്ല, താൽക്കാലികമായിട്ടുള്ളതല്ല. കാരണം മറിഞ്ഞു വീഴുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാലൻസ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ സെറിബെല്ലം എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളാണോ എന്നൊന്നും അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചികിത്സയല്ല പ്രധാനം, എന്താണെന്ന് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ, അല്ലാതെ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല. എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുന്നുള്ളത്. അല്ല, അപ്പോൾ അറിയണം. കാരണം ചില അസുഖങ്ങളുണ്ട്, അതായത് തലച്ചോറിന് ഇതൊക്കെ ചിലപ്പോൾ വാർണിംഗ് സിംറ്റംസ് ആയിരിക്കാം, വലിയ അസുഖത്തിലേക്കുള്ള തുടക്കങ്ങളായിരിക്കും. അപ്പോൾ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്. അത് ഒരു ഓർത്തോ ഡോക്ടറെ കാണിച്ചിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ന്യൂറോളജി ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ന്യൂറോളജി. ഓക്കെ, ഡോക്ടർ, തേയ്മാനം മാത്രമാണോ സന്ധിവാതത്തിന് കാരണമായി കാണുന്നത്? സന്ധിവാതം രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, രണ്ടാമത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി എന്ന് പറയുന്നത് മറ്റു കാരണങ്ങളൊന്നുമില്ല, ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. പക്ഷേ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് മെറ്റബോളിക് ബോൺ ഡിസോർഡേഴ്സ്, അതായത് യൂറിക് ആസിഡ് കൂടിയ ആൾക്കാർ, ഗൗട്ട് എന്ന് പറയും അവരിൽ. പിന്നെ രണ്ടാമത് ഇൻഫ്ലമേറ്ററി, ബാക്കി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക്. പിന്നെ ട്രോമ, നേരത്തെ ഒരാൾ വിളിച്ചായിരുന്നല്ലോ, ആക്സിഡന്റ് വന്നിട്ട് ജോയിന്റിലേക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് വരും. പിന്നെ ഇൻഫെക്ഷൻ, സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും, അതായത് പഴുപ്പ് വന്നു കഴിഞ്ഞാലും ജോയിനകത്ത് പഴുപ്പ് വന്നാൽ വരും.
അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കാരണം വരാം. പിന്നെ ഞാൻ കുറച്ച് നേരം പറയുകയാണെങ്കിൽ മദ്യപാനം കൂടുന്ന ആൾക്കാർക്ക് ഇടുപ്പല്ലിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുനാളിൽ പെർത്തിസ് ഡിസീസ് എന്ന് പറയും, കുറച്ച് ഡിസീസ് വന്നു കഴിഞ്ഞാലും ജോയിൻറ്റ്സ് ഡിഫോംഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് ഗ്രൂപ്പായിട്ട് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും അതിൻ്റെ എൻഡ് സ്റ്റേജ് അവസാനം ജോയിൻറ്റ് ഡിസ്ട്രക്ഷനാണ്. അപ്പോൾ അവസാന ചികിത്സ ഒന്നാണ്. പക്ഷേ ഈ സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള അസുഖങ്ങൾ അതിന് വളരെ നല്ല കൃത്യമായ ചികിത്സകളുണ്ട്. അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഇതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി തന്നെ, റുമറ്റോളജി എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ഒരു മരുന്നുകളെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിൻ്റെ ഒരു പൊതുവായ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വരും, അതായത് ഇടയ്ക്ക് എക്സാസർബേഷൻ എന്ന് പറയും, പിന്നെ റെമിഷനാണ്, കുറേ നാളത്തേക്ക് ഡിസീസ് ആക്ടിവിറ്റി കാണത്തതില്ല. അപ്പോൾ എപ്പോഴാണ് ഈ അസുഖം വരുന്നത് ആ സമയത്ത് ഈ സൈനോവിയൽ ജോയിൻറ്റ്സിനെ മൊത്തം ഇത് ബാധിക്കും. ചില ആൾക്കാരിൽ ഒത്തിരി നശിപ്പിക്കും, ചില ആൾക്കാരിൽ കുറച്ച് നശിപ്പിക്കത്തുള്ളൂ. അപ്പം കൃത്യമായിട്ട് ആ സമയത്ത് മരുന്ന് കഴിക്കുവാണെങ്കിൽ ഈ ജോയിൻറ്റ് ഡിസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഈ സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ? അത് നമ്മുടെ സർജറികൾ എടുത്ത് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഉണ്ട്. അതായത് നമ്മുടെ ഫിസിക്കൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തിയ ഒരു ഓപ്പറേഷൻ, ഏറ്റവും മെച്ചപ്പെടുത്തിയ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, അത് ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർ, കട്ടിൽ നിന്ന് എണീറ്റ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർ, കമ്മ്യൂണിറ്റി ആംബുലേഷൻ പൂർണ്ണമായിട്ട് പോയിട്ട് വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ ആൾക്കാർ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ബാക്കി ഡ്രൈവിംഗ് ആയാലും നടക്കുന്നതായാലും എല്ലാ ജോലികളും ചെയ്യാൻ സഹായിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ലോകത്ത് സഹായിച്ചിട്ടുള്ളത്. അതിന് ഒരു സർജറിയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് സക്സസ് റേറ്റ് ഏതാണ്ട് 95% ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, ജോയിൻറ്റിലെ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഇതിന് ഡാമേജ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഡാമേജ്ഡ് പോർഷൻ പ്രത്യേക അനുപാതത്തിൽ മാറ്റിയിട്ട് അതിൽ നമ്മൾ പ്രത്യേക മെറ്റലുണ്ട്, അതായത് കൊബാൾട്ട് ക്രോമിയം എന്ന് പറയുന്ന മെറ്റലാണിത്. ഇതാണ് ഇതിൻ്റെ താഴെ വെക്കുന്നത്. ഈ ഫീമർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇത് സിമെൻറ്റ് ഉപയോഗിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ കണക്ക് ഈ ടിബിയ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതിന് സിമെൻറ്റ് ഉപയോഗിച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക പ്ലാസ്റ്റിക് ആണ്, പോളിയെത്തിലിൻ, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷം വരെ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ നമ്മുടെ ഈ ജോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് ഇപ്പം നമ്മുടെ എല്ലിനിടയിലല്ല, കാരണം ഈ പ്ലാസ്റ്റിക്കിനും മെറ്റലിനും ഇടയിലാണ്. അപ്പോൾ ഇതിന് വേദന അറിയാനുള്ള മാർഗ്ഗങ്ങളില്ല, ഇത് ആർട്ടിഫിഷ്യൽ ജോയിൻ്റ് ആയത് കാരണം. അപ്പം വേദന പൂർണ്ണമായിട്ട് 100% വേദന മാറിക്കിട്ടുകയും ഈ ഡിഫോമിറ്റി വളവുകൾ പൂർണ്ണമായി മാറ്റാൻ പറ്റുകയും ചെയ്യും. എന്ന് മാത്രമല്ല ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നടന്നു തുടങ്ങാൻ പറ്റും. ഒരു 6 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനും ബാക്കി സ്റ്റെപ്പ് കയറാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വളരെയധികം നമ്മുടെ ഫിസിക്കൽ ക്വാളിറ്റി മെച്ചപ്പെടുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ടാണെങ്കിൽ വളരെയധികം സേഫാണ്. 30 വർഷത്തിൽ കൂടുതൽ എൻ്റെ ലോഞ്ചിവിറ്റി ഉണ്ട്. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. സന്ധിവാദം അതിനുള്ള ചികിത്സാ രീതികളെയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. നമസ്കാരം.